വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ബയോടെക്നോളജി. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. വാട്ട് ഈസ് ബയോടെക്നോളജി? Biotechnology involve utilizing living organism or their enzymes to create beneficial products and process for humanity. അപ്പോൾ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസത്തിന് ഉപയോഗിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കും. അതാണ് ബയോടെക്നോളജി. ഓൾഡ് ബയോടെക്നോളജിയിലാണ് വൈൻ, ബിയർ, ചീസ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇറ്റ് റിലീസ് ഓൺ ദ നാച്ചുറൽ കാപ്പബിലിറ്റി ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ നാച്ചുറൽ കാപ്പബിലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഓൾഡ് ബയോടെക്നോളജി. എക്സാമ്പിൾസ് വൈൻ, ബിയർ, വിനേഗർ, ചീസ്, കേർഡ്, ഇതൊക്കെ ഓൾഡ് ബയോടെക്നോളജിയാണ്. അങ്ങനെയാണെങ്കിൽ മോഡേൺ ബയോടെക്നോളജിയിൽ എന്താ ഉള്ളത്? മോഡേൺ ബയോടെക്നോളജിയിലാണ് ഇവിടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻകോപ്പറേറ്റ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്സ്. ഉദാഹരണം നമ്മളുടെ ടെസ്റ്റ് ട്യൂബ് ബേബി, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, പിന്നെന്താണ് ക്രിയേഷൻ ഓഫ് സിന്തറ്റിക് ജീൻ ഫോർ യൂസ്, ഡെവലപ്മെന്റ് ഓഫ് DNA വാക്സിൻ, കറക്ഷൻ ഓഫ് ഡിഫക്റ്റീവ് ജീൻ. ഇപ്പോൾ DNA വാക്സിൻസ് ഉണ്ടാക്കുന്നത്, ഒരു ഡിഫക്റ്റീവ് ജീനിനെ കറക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ മോഡേൺ ബയോടെക്നോളജി. അതായത് ഇവിടെ മെയിനായിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് കൂടി അവർ അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് മൈക്രോ ഓർഗാനിസത്തിന് ഓൾറെഡി ഒരു നാച്ചുറൽ കഴിവുണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ തരാൻ വേണ്ടി. അതാണ് ഓൾഡ് ബയോടെക്നോളജി. മോഡേൺ ബയോടെക്നോളജി എന്ന് വെച്ചാൽ ആ ഒരു കഴിവ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിലേക്ക് യൂസ് ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് മോഡേൺ ബയോടെക്നോളജിയിൽ പറയുന്നത്. ഓക്കെ, ഇൻ 1978 the European Federation of Biotechnology defined biotechnology as the integration of natural science with organisms, cells, their parts and molecular analogues for products and services. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട് ബയോടെക്നോളജിക്ക്. എന്താണ്? അതായത് നമ്മളിവിടെ നാച്ചുറൽ സയൻസിൻ്റെ കൂടെ നാച്ചുറൽ സയൻസിനെ ഓർഗാനിസംസ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതായത് നമ്മളിവിടെ സയൻസും പ്ലസ് ഓർഗാനിസംസ് ഉപയോഗിച്ച്, അതായത് ഓർഗാനിസം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ അവരുടെ സെൽസ് ആവാം, അവരുടെ എന്തെങ്കിലും ഒരു പാർട്ട് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോളിക്കുലർ അനലോഗ്സ് ആകാം. അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് കിട്ടുന്നതിനെയാണ്. അപ്പോൾ നാച്ചുറൽ സയൻസും ഓർഗാനിസംസിൻ്റെ ആ ഒരു കഴിവും ഒക്കെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് കിട്ടുന്ന ഒരു ഇതാണ് ബയോടെക്നോളജി എന്നുള്ള രീതിയിലാണ് യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾ നോക്കാം. ദ ടു പ്രൈമറി ടെക്നിക് ദറ്റ് പേവ് ദ വേ ഫോർ മോഡേൺ ബയോടെക്നോളജി എന്ന് പറയുന്നത്, ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്, രണ്ടാമത്തേത് എന്താണ്? മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. റീകോമിനന്റ് DNA ടെക്നോളജി. ഇൻ 1972 സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ എഞ്ചിനീയർ ദ ഫസ്റ്റ് റീകോമിനന്റ് DNA. അപ്പോൾ ആദ്യത്തെ റീകോമിനന്റ് DNA ഉണ്ടാക്കിയെടുത്തത് ആരാണ്? സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും കൂടി ചേർന്നിട്ടാണ് ആദ്യത്തെ റീകോമിനന്റ് DNA ഉണ്ടാക്കിയത്. അപ്പോൾ എന്താണ് റീകോമിനന്റ് DNA? ഞാൻ പറഞ്ഞു തരാം. ദേ യൂട്ടിലൈസ് എ റെസ്ട്രിക്ഷൻ എൻസൈം ടു കട്ട് DNA ഫ്രം ബാക്ടീരിയ സാൽമോണില്ല ടൈഫിമോറിയ. അപ്പോൾ ഈ ഒരു ബാക്ടീരിയയിൽ നിന്നുള്ള DNA മുറിക്കാൻ വേണ്ടി ഒരു എൻസൈം ഉണ്ട്, റെസ്ട്രിക്ഷൻ എൻസൈം. ആ ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസ് അവർ ഉപയോഗിച്ചു. ദെൻ ദേ കമ്പൈൻഡ് ഇറ്റ് വിത്ത് പ്ലാസ്മിഡ് DNA യൂസിങ് DNA ലിഗേസ്. അപ്പോൾ ആദ്യം തന്നെ ബാക്ടീരിയൽ സാൽമോണിയിൽ നിന്നുള്ള DNA കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിൽ അവർക്ക് വേണ്ട കഷ്ണം എടുത്തിട്ട് അവരൊരു പ്ലാസ്മിഡ് DNA ആയിട്ട് കൂട്ടിച്ചേർക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു എൻസൈമാണ് DNA ലിഗേസ്. ദ മോഡിഫൈഡ് DNA വാസ് ഇൻസേർട്ടഡ് ഇൻ ടു എ ബാക്ടീരിയം. എന്നിട്ട് ഈ പറയുന്ന മോഡിഫൈഡ് ചെയ്തിട്ടുള്ള DNA ബാക്ടീരിയത്തിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ പുതിയതായിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിന് കിട്ടുക, അതായത് ആന്റിബയോട്ടിക്കിനോടുള്ള റെസിസ്റ്റൻസ് അവർക്ക് കിട്ടുകയാണ്. അപ്പം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻറ്റ് ചെയ്യാനോ കഴിവുള്ള ഒരു ജീനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പറയുന്ന പ്ലാസ്മിഡിലേക്ക് ആഡ് ചെയ്ത് അത് മറ്റേ ബാക്ടീരിയത്തിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോഴാണ് ബാക്ടീരിയത്തിന് എന്തിനുള്ള കഴിവ് കിട്ടിയത്? ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടിയത്. ഓക്കെ, അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാൻ മതി. റീകോമിനന്റ് DNA ടെക്നോളജി ആദ്യമായിട്ട് ഫസ്റ്റ് റീകോമിനന്റ് DNA ഉണ്ടാക്കിയത് ആരാണ്? സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ റീകോമിനന്റ് DNA ക്രിയേറ്റ് ചെയ്യുന്നതും ജീൻ ക്ലോണിങ്, ജീൻ ട്രാൻസ്ഫർ, ഇതൊക്കെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട് റീകോമിനന്റ് DNA ഉണ്ടാക്കുന്നത്? ജീൻ ക്ലോണിങ്, ജീൻ ട്രാൻസ്ഫർ. ഓക്കെ, സോ ക്രിയേഷൻ ഓഫ് റീകോമിനന്റ് DNA, ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ റീകോമിനന്റ് DNA ക്രിയേറ്റ് ചെയ്തത് 1972 അത് സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും ചേർന്നിട്ടാണ്. അവരെന്താ ചെയ്തത്? അവരൊരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ജീനാണ് പ്ലാസ്മിഡിലേക്ക് എടുത്തു കൊടുത്തത്.
ഓക്കെ. സോ ഇവിടെ ആലോചിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കഥ സിമ്പിളാണ്. അതായത് ഇപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇപ്പം ഈ ഒരു സെല്ലിൽ നിന്ന് ഈ ഒരു സെല്ലിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഒരു DNA ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്, ഈ ഒരു DNA നമുക്ക് ആദ്യം തന്നെ പുറത്തേക്ക് എടുക്കണം. ഈ DNA പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് ഈ DNA മൊത്തമായിട്ട് നമുക്ക് വേണ്ട. കാരണം ഈ DNAയിൽ കുറേ ജീനുകളുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളൊരു ജീൻ മാത്രം എടുത്താൽ മതി. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് മാത്രം എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു DNA നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കുഞ്ഞു 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 കഷ്ണങ്ങളാക്കണം. ഓക്കെ. എന്നിട്ട് ഈ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ. ഇപ്പം നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് ഈ വലിയ DNA കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി, അതായത് ഒരു പേപ്പർ കിട്ടി, ആ പേപ്പറിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചു എന്ന് അറിയില്ലേ, അതുപോലെ നമുക്കിപ്പോൾ DNA കിട്ടി. DNA നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു എൻസൈം വെച്ച് മുറിച്ചെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന കഷ്ണങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ജെൽ ഇലക്ട്രോഫോറോസിസിലേക്ക് ഇടുന്നു. ഓക്കെ. നമ്മൾ എന്താ ചെയ്യുന്നത്, ജെൽ ഇലക്ട്രോഫോറോസിസിലേക്ക് ഇടുന്നു. ജെൽ ഇലക്ട്രോഫോറോസിസിൽ ഇടുമ്പോൾ എന്താണ്, ആ DNA ഫ്രാഗ്മെന്റ് അവരുടെ സൈസ് അനുസരിച്ച് അവിടെ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു ജെല്ലിൽ നിന്ന് നമ്മളുടെ DNAയുടെ സെഗ്മെന്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന DNAനെ നമ്മൾ എന്ത് ചെയ്യും, പ്ലാസ്മിഡിലേക്ക് ആഡ് ചെയ്യും. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയത്തിലുള്ള എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. അതൊരു വട്ടത്തിലിരിക്കുന്ന DNAക്ക് പുറത്തുള്ള ഒരു എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്മിഡിന് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഒരു വാഹനം എന്തിനാണ്, ഒരു സാധനം ഒരു ഭാഗത്തുനിന്ന് അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതാണ് ഒരു വെഹിക്കിൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വെക്ടർ എന്ന് പറയുന്നത്. ഈ വെക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ട DNA ക്യാരി ചെയ്ത് ആ ഹോസ്റ്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു വെക്ടർ വേണം. ആ ഒരു ഹോസ്റ്റാണ് ഈ പറയുന്ന പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ഹോസ്റ്റിലേക്ക് പ്ലാസ്മിഡ് അടങ്ങുന്ന DNA ഹോസ്റ്റിലേക്ക് ഇട്ടുകൊടുക്കും. ഹോസ്റ്റിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കുറേ പ്രൊഡക്റ്റുകൾ ആ ഒരു ഇത് റെപ്ലിക്കേറ്റ് അതിൽ നിന്ന് ആവശ്യമുള്ള കുറേ പ്രൊഡക്റ്റുകൾ കിട്ടും. ഇതാണ് സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ പറയും അത് കുറച്ച് കൂടുതലായിട്ട് പറയുന്നതാണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് നമുക്ക് റീകോമനന്റ് DNA ഉണ്ടാക്കണം. അതിന് ഫസ്റ്റ് റീകോമനന്റ് DNA ക്രിയേറ്റ് ചെയ്തത് 1972 സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്. ലിങ്കിങ് ആൻഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ. അതായത് ഇവർ സെലക്ട് ചെയ്തത് ആന്റിബയോട്ടിക്, സാധാരണ ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്സ് ഇട്ട് കൊടുക്കുമ്പോൾ അത് ചത്തുപോകേണ്ടതാണ്. പക്ഷേ ഈ പറയുന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഉള്ള ബാക്ടീരിയ ആണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഇവർ സെലക്ട് ചെയ്തത് ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റന്റ് ചെയ്യുന്ന ഒരു ജീനാണ് അവർ എന്ത് ചെയ്തത്, പ്ലാസ്മിഡിലേക്ക് കണക്ട് ചെയ്തിട്ട് ഹോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ. ഇനി പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്മോൾ circular piece of DNA that exists outside the main chromosome and can replicate independently. അപ്പോൾ ഇതൊരു ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ ഇവിടെ ആയിരിക്കുള്ളൂ എന്താണ് ബാക്ടീരിയയുടെ DNA. ഈ DNAക്ക് പുറത്തായിട്ട് വട്ടത്തിൽ ഈ DNAക്ക് പുറത്തുള്ളത് കൊണ്ടാണ് എക്സ്ട്രാ ക്രോമസോമൽ DNA എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തിനെയാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്മിഡാണ് നമ്മൾ വെക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതേ നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ സ്റ്റെപ്സുകൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് ഇതിനെ DNA കട്ട് ചെയ്യുന്നു. ദീസ് എൻസൈം ക്ലീവ് DNA അറ്റ് സ്പെസിഫിക് സൈറ്റ്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, റെസ്ട്രിക്ഷൻ എൻസൈംസ് DNA കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുന്നു. ഇനി ഈ പറയുന്ന കഷ്ണങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പശയാണ് DNA ligase. ദ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ വാസ് ഫ്യൂസ് ടു പ്ലാസ്മിഡ്. അപ്പോൾ നമ്മൾ DNA കഷ്ണങ്ങളാക്കിയാൽ എന്താ ചെയ്യുന്നത്, ആ കഷ്ണത്തിനെ നമുക്ക് പ്ലാസ്മിഡ് ആയിട്ട് ജോയിൻ ചെയ്യണം. പ്ലാസ്മിഡ് ആയിട്ട് ജോയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ആ ഒരു എൻസൈമാണ് DNA ligase എന്ന് പറയുന്നത്. അപ്പോൾ DNA ligase ഉള്ളത് കൊണ്ടാണ് ഈ പരസ്പരം DNAകളെ കണക്ട് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഈ നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു DNAനെ പ്ലാസ്മിഡ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അതിനെ വെറുതെ പ്ലാസ്മിഡ് എന്ന് വിളിച്ച് അപമാനിക്കരുത്. നമ്മൾ അതിനെ പിന്നെ റീകോമനന്റ് DNA എന്ന് വിളിക്കുള്ളൂ. ഓക്കെ. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ജീനെയാണ് എടുത്തത്. ആ ജീനെ നമ്മൾ പ്ലാസ്മിഡ് ആയിട്ട് കയറ്റി ഒട്ടിച്ച് വെച്ചു, DNA ligase വെച്ച് ഒട്ടിച്ച് വെച്ചു. ഇനി നമുക്ക് കിട്ടിയ ആ ഒരു DNAനെയാണ് റീകോമനന്റ് DNA എന്ന് പറയുന്നത്. അതായത് പ്ലാസ്മിഡ് പ്ലസ് ആ ഒരു ഫോറിൻ DNA അടങ്ങുന്ന ഈ പ്ലാസ്മിഡിനെയാണ് റീകോമനന്റ് DNA എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ട്രാൻസ്ഫർ ഇൻ ടു ഹോസ്റ്റ് സെൽ. അതായത് ഈ റീകോമനന്റ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ റീകോമനന്റ് DNA നമ്മൾ എന്താ ചെയ്യുന്നത്, നേരെ ഹോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഇക്കോളയാണ്. ഇക്കോളെ ബാക്ടീരിയകളാണ് നമ്മളുടെ ഹോസ്റ്റ്. വിത്തിൻ ഇക്കോളെ ദ പ്ലാസ്മിഡ് യൂസ്ഡ് ഹോസ്റ്റ് DNA പോളിമറൈസ് ഫോർ റെപ്ലിക്കേഷൻ. അതായത് ഇക്കോളയിലേക്ക് നമ്മൾ ഈ DNA ഇട്ട് കൊടുത്താൽ എന്താ ചെയ്യുന്നത്, ഇക്കോളയുടെ DNA പോളിമറൈസ് ഉപയോഗിച്ച് ഈ പ്ലാസ്മിഡ് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യും. കാരണം നമ്മളുടെ പ്ലാസ്മിഡിൽ എന്തുണ്ട്, പ്ലാസ്മിഡിലേക്കാണ് നമ്മൾ DNA ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു
ഹോസ്റ്റിൻ്റെ DNA പോളിമറൈസ് ഉപയോഗിച്ച് പ്ലാസ്മിഡ് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ജീൻ ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ ആസ് ഇക്കോളെ മൾട്ടിപ്ലൈഡ്, ഇക്കോളെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതനുസരിച്ച് പ്ലാസ്മിഡും കുറേ കോപ്പീസുകൾ ഉണ്ടാക്കും. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിനെയാണ് ജീൻ ക്ലോണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേ നോക്കിക്കുക ഇതിൻ്റെ സ്റ്റെപ്സ്. ഫോറിൻ DNA ഈസ് ക്ലീവ്ഡ് അറ്റ് സ്പെസിഫിക് സൈറ്റ് യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം, അതായത് DNA നമ്മൾ ക്ലീവ് ചെയ്യുന്നു റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച്. അതുപോലെ തന്നെ ഇതേ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് പ്ലാസ്മിഡ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. കാരണം വട്ടത്തിലിരിക്കുന്ന പ്ലാസ്മിഡിൻ്റെ ഒരു കുറച്ച് ഭാഗം എടുത്ത് മാറ്റിയാലല്ലേ പുതിയൊരു DNA കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്ലാസ്മിഡിനെയും റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫോറിൻ DNA നമ്മൾ എന്താ ചെയ്യുന്നത്, ഫോറിൻ DNA പ്ലാസ്മിഡിലേക്ക് ലിങ്ക് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടിച്ച് വെക്കാൻ ഹെൽപ്പ് ചെയ്ത എൻസൈമാണ് DNA ലിഗേസ് എന്ന് പറയുന്നത്. ഈ കിട്ടിയ റീകോമിനന്റ് പ്ലാസ്മിഡിനെ നമ്മൾ ഇക്കോളയിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇക്കോളെ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ കോപ്പീസ്, നമ്മളുടെ പ്ലാസ്മിഡ് അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കുറേ കോപ്പീസ് കിട്ടും. ഇതാണ് ഇവിടുത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. യൂസ് ഓഫ് ജീൻ ക്ലോണിങ്. ഇപ്പോൾ ഈ ജീൻ ക്ലോണിങ് എന്തിനാണ് ചെയ്യുന്നത്, നമുക്ക് കുറേ മൾട്ടിപ്പിൾ കോപ്പീസ് കിട്ടാനായിട്ടാണ് ജീൻ ക്ലോൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു അലൈൻ DNA ഈസ് അസോസിയേറ്റഡ് വിത്ത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആൻഡ് ഇറ്റ് ക്യാൻ റെപ്ലിക്കേറ്റ് ആൻഡ് പ്രൊലിഫറേറ്റ് വിത്തിൻ ദ ഹോസ്റ്റ്. അപ്പം നമ്മളിപ്പോഴും പുതിയൊരു DNA കിട്ടുകയാണെങ്കിൽ അത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റിലായിരിക്കണം കൊണ്ടുപോയി വെക്കേണ്ടത്, എന്നാലേ അത് റെപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു DNA സീക്വൻസ് ആണ്, അവിടെയാണ് റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ടു മൾട്ടിപ്ലൈ എനി ഫോറിൻ DNA ഇറ്റ് മസ്റ്റ് കണക്ട് ടു ആൻ ഒറി സൈറ്റ്, അതായത് ഒരു ഫോറിൻ DNAക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് ഒറി സൈറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ടൂൾസ് ഓഫ് റീകോമിനന്റ് DNA ടെക്നോളജി. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കഥ പോലെ പറഞ്ഞു. ഇനി എന്തൊക്കെ ടൂൾസ് ആണ് റീകോമിനന്റ് DNA ടെക്നോളജിയിൽ വേണ്ടത്, റെസ്ട്രിക്ഷൻ എൻസൈംസുകൾ വേണം, ലിഗേസസ്, പോളിമറൈസ്. അപ്പോൾ ഈ ലിഗേസ് എന്ന് പറയുന്ന പശയാണ്, റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത് എന്തിനാണ്, കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പോളിമറൈസ് എൻസൈം എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്ത് DNA ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടി പോളിമറൈസ് എൻസൈം വേണം. വെക്ടർ എന്ന് പറയുന്നത് വാഹനമാണ്. ഈ വെക്ടറിനെ പിടിച്ച് നമ്മളൊരു ഹോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്ത് വേണം, ഒരു ഹോസ്റ്റ് ഓർഗാനിസം വേണം. ഓക്കെ, ഇത്രയും ടൂൾസാണ് റീകോമിനന്റ് DNAയിൽ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റെസ്ട്രിക്ഷൻ എൻസൈം നോക്കാം. ദ എൻസൈം ദാറ്റ് ക്ലീവ് DNA അറ്റ് എ സ്പെസിഫിക് സൈറ്റ് ഓഫൺ റെഫർഡ് ടു as ബയോളജിക്കൽ സിസേഴ്സ് ഓർ കെമിക്കൽ നൈവ്സ്. അപ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയോളജിക്കൽ സിസേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ നൈവ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് HIND2. ഈ HIND2 എന്ന് പറയുന്നത് എന്താണ്, അത് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ് വിച്ച് കൺസ്റ്റന്റ്ലി കട്ട് DNA അറ്റ് സ്പെസിഫിക് 6 ബേസ് പെയർ റെക്കഗ്നേഷൻ സീക്വൻസ്. അപ്പോൾ ഒരു 6 ബേസ് പെയർ ഭാഗത്ത് 6 ബേസ് പെയർ റെക്കഗ്നേഷൻ സീക്വൻസ് നോക്കി കട്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ് HIND2. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, റെസ്ട്രിക്ഷൻ എൻസൈമാണ് HIND2. ഓക്കെ, ഇനി ഈ റെസ്ട്രിക്ഷൻ എൻസൈം ഡിസ്കവർ ചെയ്തത് 1963 എവിടെ നിന്നാണ്, ഇക്കോളയിൽ നിന്നാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസുകൾ ഡിസ്കവർ ചെയ്തത്. രണ്ട് തരത്തിലുള്ള റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുമ്പോൾ 2 കമ്പോണൻസ് ഉണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ 2 കമ്പോണൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈം ഉണ്ട്, മോഡിഫിക്കേഷൻ എൻസൈം ഉണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈം ആണ് DNA കഷ്ണങ്ങളാക്കി വെക്കുന്നത്. പിന്നെ മോഡിഫിക്കേഷൻ എൻസൈം എന്ന് പറയുന്നത് അത് ബാക്ടീരിയയുടെ DNAയിലേക്ക് മീഥൈൽ ഗ്രൂപ്പിന് ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് മോഡിഫിക്കേഷൻ എൻസൈം, മെത്തിലേസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി ന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻസൈം ദാറ്റ്, അതായത് ന്യൂക്ലിയേസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിക് ആസിഡിനെ ഡിഗ്രേഡ് ചെയ്യുന്ന എൻസൈംസിലാണ്. അത് എക്സോ ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോ ന്യൂക്ലിയസ് ഉണ്ട്. എക്സോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു DNA കിട്ടുകയാണെങ്കിൽ DNAയുടെ അറ്റത്ത് മാത്രം കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസുകളാണ് എക്സോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എൻഡോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ DNAയുടെ ഉള്ളിൽ പോയിട്ട് സ്പെസിഫിക് സൈറ്റിൽ പോയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതാണ് എൻഡോ ന്യൂക്ലിയസ്. അപ്പോൾ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഒക്കെ എന്താണ്, അതൊക്കെ എൻഡോന്യൂക്ലിയസ് ആണ്. അപ്പോൾ ന്യൂക്ലിയേസസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ന്യൂക്ലിക് ആസിഡിനെ ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈം. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, എക്സോന്യൂക്ലിയസ് ആൻഡ് എൻഡോന്യൂക്ലിയസ്. എക്സോന്യൂക്ലിയസ് എന്താ ചെയ്യുന്നത്, DNAയുടെ എൻഡിൽ പോയി കട്ട് ചെയ്യും. എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, DNAയുടെ ഉള്ളിൽ പോയിട്ട് കട്ട് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ ഗ്രൂപ്പ് ഓഫ് എൻഡോന്യൂക്ലിയസ് ദാറ്റ് ക്ലീവ് DNA അറ്റ് സ്പെസിഫിക് റെക്കഗ്നേഷൻ സൈറ്റ് ഓഫർ റെഫർ ടു as മോളിക്കുലർ സിസേഴ്സ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെയാണ് മോളിക്കുലർ സിസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസിന് എന്താണ് പേര് കൊടുക്കുന്നത്, പേര് കൊടുക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോക്കിക്കേ, ഒരു റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ, ഇപ്പോൾ ഒരു ജീനസ് നെയിം ഉണ്ടെങ്കിൽ ഇപ്പോൾ എസ്റ്ററിഷ്യ കോളെ എന്ന് പറയുമ്പോൾ അതിൻ്റെ E എന്ന് പറയുന്നതായിരിക്കുള്ളൂ അവർ ആദ്യം എടുക്കുന്നത്. അത് കഴിഞ്ഞ് കോളെ CO ആ 2 ലെറ്റേഴ്സ് ആയിക്കോളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത 2 ലെറ്റേഴ്സ് എന്ന് പറയുന്നത്, അതായത് സ്പീഷീസ് നെയിമിൽ നിന്നുള്ള 2 ലെറ്റേഴ്സ് എടുക്കും. അപ്പോൾ കണ്ടോ,
EcoR1 എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ പേരാണ്. എന്ന് പറയുമ്പോൾ എസ്ചെറീഷ്യ, കോളയുടെ CO 2 ലെറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. 4ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് സ്ട്രെയിനിന്റെ പേരാണ്. അതായത് ഒന്ന് റഫ് സ്ട്രെയിൻ ആണോ സ്മൂത്ത് സ്ട്രെയിൻ ആണോ അങ്ങനെ ആ ഒരു സ്ട്രെയിനിന്റെ പേര് വെച്ചിട്ടാണ് 4th ലെറ്റർ പറയുന്നത്. പിന്നെ റോമൻ ന്യൂമറിക്കൽ എന്ന് പറയുന്നത് ഈ ഒരു എൻസൈം ആ ഒരു ഹോസ്റ്റിൽ നിന്ന് എപ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയയിൽ നിന്ന് എത്രാമത്തെ തവണയാണ് അത് ഐസോലേറ്റ് ചെയ്തത്, അതിന്റെ ഒരു ഓർഡർ ആണ് ആ ഒരു ഇതിപ്പോ ഒന്നാമതാണ് ഐസോലേറ്റ് ചെയ്തെടുത്തേക്കുന്നത് ആ എൻസൈമിനെ. അതുകൊണ്ടാണ് നമ്മൾ EcoR1 എന്ന് പറയുന്നത്. ഓക്കെ, അതോർത്ത് വെക്കാം. ഇനി റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ പ്രത്യേകത നോക്കുക. അതായത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് വെച്ചാൽ ഇവർ ഉള്ളിൽ പോയാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. ഉള്ളിൽ പോയി കട്ട് ചെയ്യാന്ന് വെച്ചാൽ അവരൊരു പ്രത്യേക രീതിയിലുള്ള പാലിൻഡ്രോമിക് സീക്വൻസുകൾ നോക്കിയാണ് കട്ട് ചെയ്യുന്നത്. പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്, അത് ഫോർവേഡ് വായിച്ചാലും ബാക്ക്വേർഡ് വായിച്ചാലും ഒരേപോലെയാണ് റീഡ് ചെയ്യുന്നത്. ഇപ്പൊ അതെ GAATTC, ഇത് തിരിച്ച് വായിച്ചേ GAATTC, കണ്ടോ? ഇങ്ങനെ ഫോർവേഡ് വായിക്കുമ്പോഴും ബാക്ക്വേർഡ് വായിക്കുമ്പോഴും ഒരേപോലെ. ഇപ്പൊ മലയാളം, ജലജ, ഇതൊക്കെ എന്താണ്, അതൊക്കെ പാലിൻഡ്രോമിക് സീക്വൻസുകളാണ്. ഓക്കെ, അതാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. അങ്ങനെയുള്ള സീക്വൻസ് നോക്കിയിട്ടാണ് ഇവർ കട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഗ്വാനിനും അഡീനിനും നടുക്ക് വെച്ച് ഇവർ കട്ട് ചെയ്യുള്ളത് കണ്ട്. ഇവിടെ ആയാലും ഗ്വാനിനും അഡീനിനും നടുക്ക് വെച്ചിട്ടാണ് ഇവർ കട്ട് ചെയ്യുന്നത്. അതാണ് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവർ കട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈ ഗ്വാനിനും അഡീനിനും ഇടയിൽ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ ഇവർക്ക് സ്റ്റിക്കി എൻഡുകളാണ് കിട്ടുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ബ്ലണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരെ നേരെ കിട്ടും. ശരിക്കും നന്നായിട്ട് ഒട്ടാനായിട്ട് സ്റ്റിക്കി എൻഡുകളാണ് നല്ലത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന DNA അവർ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റിക്കി എൻഡുകൾ ഉണ്ടാക്കി വെക്കും. പ്ലാസ്മിഡിനെയും കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ സ്റ്റിക്കി എൻഡ് ഉണ്ടാക്കും. അപ്പോൾ ഈ പറയുന്ന DNA-നെയും പ്ലാസ്മിഡിനെയും ജോയിൻ ചെയ്യാൻ ഇവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കുള്ളൂ. ഓക്കെ, അങ്ങനത്തെ രീതിയിലാണ് ഇവർ ചെയ്തു വെക്കുന്നത്. ഓക്കെ, സോ സ്റ്റെപ്സ് ഇൻ റീകോമിനന്റ് DNA ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ എൻസൈം EcoR1 എന്താ ചെയ്യുന്നത്, DNA-നെ GAATTC സൈറ്റിൽ വന്ന് മുറിച്ച് സ്റ്റിക്കി എൻഡുകൾ ഉണ്ടാക്കും. ഇതുപോലെ തന്നെ DNA-നെയും ക്ലീവ് ചെയ്യുന്നുണ്ട്. DNA ക്ലീവ് ചെയ്യുമ്പോഴും സ്റ്റിക്കി എൻഡ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെക്ടറിനെ ക്ലീവ് ചെയ്യുമ്പോഴും അങ്ങനെ കിട്ടുന്നുണ്ട്. DNA ലിഗേസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവരെ ഒട്ടിച്ചിട്ട് ഒരു റീകോമിനന്റ് DNA ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത കേസാണ് സെപ്പറേഷൻ ആൻഡ് ഐസോലേഷൻ ഓഫ് DNA. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, നമുക്കിപ്പോൾ ഒരു സെല്ലിൽ നിന്ന് DNA എടുത്തിട്ടുണ്ട്. DNA-നെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രത്യേകിച്ച് പാലിൻഡ്രോമിക് സീക്വൻസ് നോക്കി GAATTC എന്ന് പറയുന്ന ആ സീക്വൻസ് നോക്കി ഗ്വാനിനും അഡിനും നടുക്കും കൊണ്ടാണ് നമ്മൾ മുറിച്ചേക്കുന്നത്. അങ്ങനെ നമുക്ക് സ്റ്റിക്കി എൻഡ് കിട്ടി. എന്നിട്ട് ഈ ഒരു DNA-നെ നമ്മൾ പ്ലാസ്മിഡിൽ വെച്ച് നമുക്കിപ്പോൾ ഒരു റീകോമിനന്റ് DNA കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതിന് മുന്നേ നമുക്ക് റീകോമിനന്റ് DNA കിട്ടുന്നതിന് മുന്നേ നമുക്ക് ഈ DNA ഇപ്പൊ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ആ കട്ട് ചെയ്ത് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാനും ഐസോലേറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ജെൽ ഇലക്ട്രോഫോറോസിസ്, ഇതാണ് ജെൽ ഇലക്ട്രോഫോറോസിസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, DNA-നെ കട്ട് ചെയ്തിട്ട് ഈ സാമ്പിൾ വെൽസ് കാണുന്നില്ലേ, ഈ ഒരു സാമ്പിൾ വെൽസിലേക്ക് നമ്മൾ DNA-നെ കൊണ്ടുപോയിടും. അപ്പോൾ ഈ ഒരു നോക്കിക്കേ, ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറയുമ്പോൾ ഇത് നെഗറ്റീവ് ഇലക്ട്രോഡും ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡും ഇതിങ്ങനെ ഒരു പവർ സപ്ലൈ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ DNA എന്ന് പറയുന്നത് നമുക്കറിയാം നെഗറ്റീവ് ചാർജ്ഡാണ്. നമ്മളുടെ DNA നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമർ, ഇങ്ങനെ 8 ഹിസ്റ്റോൺ അടങ്ങുന്ന ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റി നെഗറ്റീവ് ചാർജുള്ള DNA ഇങ്ങനെ കോയിൽ ചെയ്ത് കിടക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ DNA-യുടെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോഫോറോസിസിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ നെഗറ്റീവ് ചാർജുള്ള DNA എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അതിൽ മൂവ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നല്ല വണ്ണുള്ളവർക്ക് വേഗം ഇങ്ങോട്ട് എത്താൻ പറ്റില്ല. അപ്പോൾ അവർ ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. സ്മോൾ ഫ്രാഗ്മെന്റ്സ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോളും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ലാർജർ ഫ്രാഗ്മെന്റ്സ് ഈ ഒരു ഭാഗത്തും സ്മോളർ ഫ്രാഗ്മെന്റ്സ് ഇവിടെ ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന മീഡിയമാണ് അഗറോസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് DNA ഫ്രാഗ്മെന്റ്സ് അവിടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് കാണാൻ പറ്റണ്ടേ. അതിന് വേണ്ടി നമ്മളൊരു സ്റ്റെയിൻ ഉപയോഗിക്കും. ആ സ്റ്റെയിനിന്റെ പേരാണ് എത്തിഡിയം ബ്രോമൈഡ്. എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് സ്റ്റെയിൻ ആണ്. അപ്പോൾ ഈ ഒരു എത്തിഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ UV ലൈറ്റിന്റെ താഴെ നോക്കുമ്പോൾ എന്താണ്, ഈ ഫ്രാഗ്മെന്റ്സ് ഇതുപോലെ തന്നെ ഓറഞ്ച് ബാൻഡുകളായിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് ഈ ബാൻഡിനെ നമ്മൾ എന്താണ്, ഇപ്പൊ നമ്മൾ കേക്ക് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ നമുക്ക് വേണ്ട ബാൻഡിനെ ആ ജെല്ലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.